ഇന്നത്തെ മെസ്സേജിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഗ്രേറ്റ് ഫെയ്ത്ത്, വലിയ വിശ്വാസം. ഗ്രേറ്റ് ഫെയ്ത്ത്. അന്ന് പ്രിയപ്പെട്ട ബ്രദർ ഷെയർ ചെയ്തപ്പോൾ അതേക്കുറിച്ച് പ്രതിപാദിച്ചായിരുന്നു. സാധാരണ വിശ്വാസമുണ്ട്, ഓർഡിനറി ഫെയ്ത്തുണ്ട്, ഗ്രേറ്റ് ഫെയ്ത്തുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. എന്നാൽ നമുക്ക് എല്ലാവർക്കും ആ വിശ്വാസത്തിൽ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ, നമ്മെ ദൈവം വിശ്വാസികൾ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, ലെറ്റ് us ഹാവ് ദാറ്റ് ഗ്രേറ്റ് ഫെയ്ത്ത്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ വിശ്വാസത്തിൽ ഒരിക്കലും ക്ഷീണിച്ചു പോകാനിട വരുത്താതെ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. നമുക്കറിയാം, ദൈവവചനം പറയുന്നു, എൻ്റെ നീതിമാൻ അല്ലെങ്കിൽ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ജസ്റ്റ് ഷാൽ ലീവ് ബൈ ഫെയ്ത്ത്. നമ്മൾ ജീവിക്കുന്നത് തന്നെ വിശ്വാസത്താലാണ്. പറഞ്ഞിരിക്കുന്നത് നീതിമാൻ ജീവിക്കുന്നത് വിശ്വാസത്താലാണ്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവം മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സത്യമാണ്, ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. സ്തോത്രം. വിശ്വാസം എന്ന് പറയുന്നത് ദൈവം മനുഷ്യർക്ക് തന്നിട്ടുള്ളൊരു അനുഗ്രഹമാണ് വിശ്വസിക്കുക എന്നുള്ളത്, ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളത്. എന്നാൽ ഒരനുഗ്രഹം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു അനുഗ്രഹത്തിൻ്റെ കൂടെ ഒരു അനുഗ്രഹം കൂടെയല്ല, തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിശ്വസിക്കുക എന്നുള്ളത്. കാരണം ഈ വിശ്വാസം, അത് നമ്മൾ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹയർ ദാൻ വാട്ട് വി സീ. നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്ന എന്തെല്ലാമുണ്ടോ അതിനേക്കാൾ അല്പം കൂടെ ഉയരത്തിലുള്ളതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ കാണുന്നത് വലുതാണെന്ന് നമ്മൾ വിചാരിക്കും, ഇതാണ് ഏറ്റവും വലിയതെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ നീതിമാൻ ഇതിനേക്കാൾ അപ്പുറം ചിലത്, ഇതിനേക്കാൾ ഉയർന്നത് ചിലത് കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറയുമ്പോൾ, വിശ്വാസം അത് ഇപ്പോൾ കാണുന്നതിനേക്കാളും അത് ഉയരത്തിലുള്ളതാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ മൂവ് ഇംപോസിബിൾ. അസാധ്യം എന്ന് തോന്നുന്നതിനെ മാറ്റിയെടുക്കുവാൻ കഴിവുള്ള ഒന്ന് ഈ ലോകത്തിൽ ഉണ്ടെങ്കിൽ അത് വിശ്വാസമാണ്. ആമേൻ. നമുക്ക് തന്നിരിക്കുന്നതാണ്. 4 വേദഭാഗങ്ങളിൽ ജസ്റ്റ് ഷാൽ ലീവ് ബൈ ഫെയ്ത്ത് എന്ന് പ്രതിപാദിച്ചിട്ടുണ്ട്, വ്യത്യസ്ത ഇടങ്ങളിൽ. നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ് ആദ്യമായിട്ട് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുവാനായിട്ട് ദൈവവചനം എടുത്തിരിക്കുന്നത്. വായിച്ചാട്ടെ. അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല, നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. അതിൻ്റെ പശ്ചാത്തലം ഇതാണ്. വളരെയധികം അനീതിയും ഒരുപാട് കൺഫ്യൂഷനും ഒക്കെ ആയിരിക്കുന്ന ആ കാലയളവിൽ പ്രവാചകൻ നോക്കുമ്പോൾ ആകെ കുഴഞ്ഞിരിക്കുന്ന, ദൈവം ഇതെല്ലാം കാണുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ പ്രവാചകൻ ആയിരിക്കുന്നത്. ആ സമയത്ത് ദൈവം അവനോട് പറയുകയാണ്, പ്രവാചകൻ നോക്കിയപ്പോൾ ദൈവത്തെ അന്വേഷിക്കാത്തവർ ഭംഗിയായിരിക്കുന്നു, എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവർ കഷ്ടതയിലൂടെ കടന്നു പോകുന്നു. ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ദൈവം പ്രവാചകനോട് പറയുകയാണ്, അതായത് അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു. നമ്മൾ ഈ കാണുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ അനേകർക്കുണ്ടല്ലോ നമ്മൾ നോക്കുമ്പോൾ അവിടെ പറയുന്നു അതെല്ലാം കഴിഞ്ഞു പോകുന്നതാ. എന്നാൽ അവിടെയാണ് ആദ്യമായിട്ട് പറയുന്നത്, എന്നാൽ നീ കാണുന്നതൊന്നുമല്ല, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആമേൻ, ഹല്ലേലൂയ.
അവിടെയാണ് പ്രവാചകനോട് പറയുന്നത്, ഇതൊന്നും നീ കൺഫ്യൂസ്ഡ് ആകണ്ട, നീ അതേക്കുറിച്ച് നീ അനീതിയെക്കുറിച്ച് നീ വറീഡ് ആകണ്ട. എൻ്റെ നീതിമാൻ അവൻ എന്തു ചെയ്യും? അവൻ ജീവിക്കും. അവൻ ഈ അഹങ്കരിച്ചിരിക്കുന്നവർ തളർന്നു പോകുമ്പോൾ എൻ്റെ നീതിമാൻ എന്തു ചെയ്യും? അവൻ ജീവിക്കും. എങ്ങനെയാണ്? വിശ്വാസത്താൽ ജീവിക്കും. അവിടെയാണ് ആദ്യമായിട്ട് അത് പറയുന്നത്. പിന്നീട് നമുക്കറിയാം റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം വായിച്ചോട്ടെ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. അവിടെ ദൈവത്തിന്റെ നീതി വിശ്വാസത്തിനായിക്കൊണ്ടും എന്താ വായിച്ചത്? വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. അവിടെ ദൈവത്തിന്റെ റൈച്ചിയസ്നെസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം എന്നതാണ് ദ ഫൗണ്ടേഷൻ ഓഫ് റൈച്ചിയസ്നെസ്. നീതിയുടെ ആധാരം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, വിശ്വാസമാണ്. വിശ്വാസത്തിനായിക്കൊണ്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസം ഹേതുവായും. വിശ്വാസം ഹേതുവായാണ് ജസ്റ്റിസ് ഉണ്ടാകുന്നത്. എങ്ങനെയാണ്? നമ്മൾ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് നാം നീതീകരിക്കപ്പെടുന്നത്. വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും. പിന്നെയുള്ള വിശ്വാസമോ? അതാണ് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ നടക്കുന്നത്, വിശ്വാസത്താൽ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും. വിശ്വാസം ഹേതുവായി എന്തുണ്ടായി? നീതിമാനായി തീർന്നു. ഈ നീതിമാനുള്ള ഒരു ദൈവം നൽകിയിരിക്കുന്ന റിയാലിറ്റിയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അവൻ ആ വിശ്വാസത്തിൽ നടക്കുന്നു. വിശ്വാസത്തിൽ അവൻ എന്ത് ചെയ്യുന്നു? നടക്കുന്നു. ഈ വിശ്വാസമാണ് അവനെ നീതിമാനാക്കിയത്. മാത്രവുമല്ല, ആ നീതിമാൻ മുന്നോട്ട് നടക്കുന്നതും വിശ്വാസത്തിലാണ്. ഹല്ലേലൂയ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. ഞാൻ എന്താ പറഞ്ഞത്? ഒരു വ്യക്തിയെ നീതിമാനാക്കുന്നത് വിശ്വാസമാണ്. ആ വ്യക്തി പിന്നീട് നടക്കുന്നത് വിശ്വാസത്താലാണ്. അതുകൊണ്ടാണ് നീതിയുടെ അല്ലെങ്കിൽ റൈച്ചിയസ്നെസ്സിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഫെയ്ത്ത് ആണ്. അവിടെ പൗലോസ് പറയുകയാണ്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ജസ്റ്റ് ഷാൽ ലീവ് ബൈ ഫെയ്ത്ത്. വീണ്ടും ആ കാര്യം തന്നെയാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 11. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. അവിടെ ന്യായപ്രമാണം എന്ന് പറയുന്ന ഒന്നുണ്ട്, അല്ലേ? നിങ്ങൾ ഇത് ചെയ്യണം, അത് ചെയ്യരുത്, ഇത് എന്നുള്ള. അപ്പോൾ ന്യായപ്രമാണം അതവിടെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ വിശ്വാസത്തെ അതിൻ്റെ തനി ക്യാരക്ടർ എടുത്ത് കാണിക്കുകയാണ്. ലോ ചെയ്ത് അത് പാലിക്കുന്നതിലൂടെയല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ വായിച്ചാട്ട് ഒന്നുകൂടെ. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണമല്ല. എന്നാൽ അവിടെ ഒന്നുകൂടെ ഫോക്കസ് ചെയ്തിട്ട് പറയുന്നുണ്ട്, വിശ്വാസം ഒന്നുകൂടെ ഫോക്കസ് ചെയ്തിട്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വായിച്ചാട്ടെ അടുത്ത വാക്യം, അടുത്ത ഭാഗം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. സ്തോത്രം. എന്നാൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. എന്തിനാൽ? ന്യായപ്രമാണത്താൽ. എന്നാൽ നീതിമാൻ എന്ത് ചെയ്യും? അവൻ വിശ്വാസത്താൽ ജീവിക്കും. അവിടെ അപ്പോസ്തലനായിരുന്ന പൗലോസ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് ആ സഭയെ നയിക്കുകയാണ് ചെയ്യുന്നത്. യേശുവിലുള്ള വിശ്വാസത്തിലേക്ക്. ആ ഗലാത്യ ലേഖനം നമുക്കറിയാമല്ലോ. അവർ പലതിലും തങ്ങളുടെ ലോ അല്ലെങ്കിൽ ന്യായപ്രമാണം വേണം, അല്ലെങ്കിൽ മറ്റു പല ആചാരങ്ങളും വേണം എന്ന് പറയുന്നിടത്ത് അതല്ല, ക്രിസ്തുവാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആധാരം എന്ന് പറയുവാനായിട്ട് അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വീണ്ടും പറഞ്ഞിട്ടുണ്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ഇവിടെ വീണ്ടും നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറയാൻ കാരണം എന്താണ്? അവിടെ ഇറ്റ് ഈസ് ഹാർഡ് ടൈം. വളരെ പ്രയാസത്തിലൂടെ സഭ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തിലും പറയാനുള്ളത് ഒന്നാണ്. എന്താണ്? നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അവിടെ പറയുകയാണ്, പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. അപ്പോൾ
എവിടെയാണ് ഒന്ന് കൺഫ്യൂഷൻ ആയിരിക്കുമ്പോൾ, നീ വിചാരിച്ച പോലെ നടക്കുന്നില്ല, ദൈവം ഇങ്ങനെയാണല്ലോ എന്ന് കരുതി ദൈവം ന്യായമുള്ളവനാണല്ലോ, പിന്നെ എന്താണ് അനീതി എന്നൊക്കെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുമ്പോൾ ദൈവത്തിന് പറയാനുള്ളത്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. കാണുന്നത് നീ നോക്കി ജീവിക്കണ്ട. ഹല്ലേലൂയ. നീ അതുപോലെ തന്നെ പറയുകയാണ്, നീ പ്രയാസങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ, കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നീ ഭയപ്പെടേണ്ട. ചെയ്യേണ്ടത് എന്താണ്? വിശ്വാസത്താൽ നീ ജീവിക്കും. അതുകൊണ്ട് വിശ്വാസത്തിന് എപ്പോഴും ദൈവസന്നിധിയിലെ ഒരു വലിയ വിലയുണ്ട്. പറഞ്ഞത് ഇങ്ങനെയാണ്, പിന്തിരിയുന്നു എങ്കിൽ. എങ്ങനെ പിന്തിരിയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പിന്തിരിയുന്നത് ഇന്ന് വേണ്ട പോലെ അറിയാതെയും തങ്ങളുടെ പ്ലഷറുകൾ തേടി അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഹൈറ്റുകൾ തേടി കടന്നു പോകുന്നത് കൊണ്ട് വിശ്വാസം വേണ്ട എന്ന് വെക്കുന്നതല്ല ഇവിടെ പറഞ്ഞത്. അത് വളരെ മോശമായ കാര്യമാണ്. ഇവിടെ പറഞ്ഞത് പെർസിക്യൂഷൻ, ട്രയൽസ്, പ്രതിസന്ധികൾ വരുമ്പോഴും എൻ്റെ നീതിമാൻ എന്തോ ചെയ്യും? വിശ്വാസത്താൽ ജീവിക്കും. Aiden, why not you sit down here? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഏത് സമയത്തും അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഈ കാണുന്നത് അല്ല, അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒന്നാണ് വിശ്വാസത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞു, പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവന് പ്രസാദം ഇല്ല. അവനെ പ്രസാദിപ്പിക്കണമെങ്കിൽ നമുക്ക് ദൈവവചനത്തിൽ അറിയാം. വായിച്ചട്ടെ, എബ്രായർക്കെഴുതിയ ലേഖനം 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ നമ്മളൊക്കെ അറിയുന്ന വാക്യങ്ങളാണ് കേട്ടോ. എന്നാൽ അതിൻ്റെ ആഴത്തിലേക്ക് ഒന്നുകൂടെ നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ. വിശ്വാസം ഇല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ സാധ്യമല്ല. ദൈവം തന്നെ പറയുന്ന കാര്യമാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കടന്നു പോകുന്നു, നമ്മൾ ചെയ്യുന്നു ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകളെല്ലാം ഉണ്ട്. എന്നാൽ വിശ്വാസം അല്ലാതെ, വിശ്വാസം അതിൽ ജനറേറ്റ് ആകാത്ത, വിശ്വാസത്തിൽ നിന്നും ജനറേറ്റ് ആകാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവത്തിന് അതിൽ പ്രസാദം ഇല്ല, ഇഷ്ടം ഇല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് കഷ്ടങ്ങളിൽ കടന്നു പോകുന്നതാണോ അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണോ അല്ല, നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ലെറ്റ് ഇറ്റ് ജനറേറ്റ് ഫ്രം ഫെയ്ത്ത്. കാരണം വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയത്തില്ല. പഴയ നിയമകാലത്തും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് എബ്രായർക്കെഴുതിയ ലേഖനം 11:1-2 വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. വായിച്ചാട്ടെ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അത് കാണാത്ത കാര്യങ്ങളുടെ കുറിച്ചുള്ള ഒരു നിശ്ചയമാണ്. അത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. നമ്മിൽ ഉണ്ടാകുന്ന ഒരു ഹോപ്പ്. ആ ഹോപ്പിനെ കുറിച്ചുള്ള അഷ്വറൻസിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ആശ, ആ ആശയുടെ ഉറപ്പ്, അതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്ത വാക്യം, 2-ാമത്തെ വാക്യം പറഞ്ഞു, അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. അവർക്ക് സാക്ഷ്യം ലഭിച്ചത് മറ്റൊന്നുകൊണ്ടുമല്ല. ഒരുപാട് ആളുകളെ കൊന്നതുകൊണ്ടല്ല സാംസൺ വലിയ ആളായത്, അല്ലേ? ഒരുപാട് ആളുകളെ 6 ലക്ഷത്തിൽ പരം പുരുഷന്മാർ അല്ലെങ്കിൽ ആളുകളെ നടത്തിയത് കൊണ്ടല്ല മോശയ്ക്ക് പേര് വന്നത്. അല്ലെങ്കിൽ പഴയ നിയമത്തിലെ മാൻ ഓഫ് ഗോഡ് ആരെ എടുത്തു നോക്കിയാലും ദൈവവചനം പറയുകയാണ്, അവരുടെ പേര് എഴുതപ്പെട്ടത്, അവരെ മെൻഷൻ ചെയ്തതിൻ്റെ കാരണം അവർ വൻകാര്യങ്ങൾ ചെയ്തത് കൊണ്ടല്ല, പിന്നെന്താണ്? വിശ്വാസം. അവർ കാണുന്നതിനേക്കാൾ അപ്പുറം ചിലത് അവർ ആശിച്ച് അതിൽ അവർ ഉറച്ചു നിന്നതുകൊണ്ട് അവരുടെ പേര് വന്നു. അപ്പോൾ ഓൾഡ് മെൻ വേർ മെൻഷൻ അല്ലെങ്കിൽ ടെസ്റ്റിഫൈഡ്. ഇവിടെ പറഞ്ഞ അവർക്ക് സാക്ഷ്യം ലഭിച്ചതിൻ്റെ കാരണമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അവർ വിശ്വാസത്താൽ നിലനിന്നത് കൊണ്ടാണ്, അല്ലേ? ബൈബിൾ പറയുന്നുണ്ട്, വിശ്വാസത്താൽ ചിലർ എന്ത് ചെയ്തു? അവർ ശിരച്ഛേദം ചെയ്യപ്പെട്ടു, വാളുകളാൽ അറുക്കപ്പെട്ടു. ഹല്ലേലൂയ. അവരുടെ സ്റ്റാറ്റസ് എന്തായി, അവർക്ക് എന്ത് പറ്റി എന്നുള്ളതല്ല. നമ്മൾ അങ്ങനെയാ പലപ്പോഴും കാണുന്നത്. വിശ്വാസമുണ്ടോ? ഓ യു വിൽ ബി സോ ആൻഡ് സോ എന്നാണ് നമ്മുടെ ചിന്ത. എന്നാൽ അങ്ങനെയല്ല. ഏതിലും വിശ്വാസം അപ്ലൈ ചെയ്യുന്നുണ്ടോ?
ഇതാ ദൈവത്തിന് ഇഷ്ടം. ദൈവത്തിന് ഇഷ്ടം. നീ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ബട്ട് ആർ യു അപ്ലൈയിങ് ഫെയ്ത്ത്? എന്നിട്ട് അതിൽ നിന്നും കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ടോ? നിനക്ക് നല്ലത് ലഭിക്കാം, അല്ല മോശമായിരിക്കാം, അല്ലെങ്കിൽ എവറിഥിങ് ക്യാൻ. പക്ഷെ നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന അവസ്ഥ എന്താണ്? വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. നമുക്ക് മേക്കപ്പ് ചെയ്തിട്ടൊന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചത് കൊണ്ട് പറ്റത്തില്ല. ഫെയ്ത്ത്, ഇറ്റ് ഹാസ് ടു ബി ഫ്രം ഫെയ്ത്ത്. ഹല്ലേലൂയ. അപ്പോൾ ഫെയ്ത്ത് നമ്മൾ പറഞ്ഞു എന്താണ്? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പോൾ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് നമുക്ക് നിശ്ചയമുണ്ടാകുന്നത്? കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള നിശ്ചയമാണ് വിശ്വാസം, ഉറപ്പാണ് വിശ്വാസം, കാണുന്നതല്ല. നമുക്ക് വായിച്ചാട്ടെ റോമർക്കെഴുതിയ ലേഖനം 10:17. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. എങ്ങനെയാണ് വിശ്വാസം അല്ലെങ്കിൽ ആശ വരുന്നത്? എങ്ങനെയാണ് ആശയുടെ അഷ്വറൻസ് ആണ് ഫെയ്ത്ത്. അപ്പൊ എങ്ങനെയാണ് ഈ ആശ, ഈ ഹോപ്പ് ജനറേറ്റ് ആകുന്നത്? എങ്ങനെയാണ് ആശ ജനറേറ്റ് ആകുന്നത്? നമ്മിൽ പ്രത്യാശ, നമ്മൾ ഹോപ്പ് ജനറേറ്റ് ആകുന്നത് എങ്ങനെയാണ്? അത് ജനറേറ്റ് ആയാലാണ് അതിന് അഷ്വറൻസ് ആണ് ഹോപ്പ്. ആശയില്ലാത്തടത്ത് വിശ്വാസമില്ല. വിശ്വാസം എവിടെ വേണമോ അത് ആശയിൽ നമ്മൾ കോൺഫിഡൻസ് വയ്ക്കുന്നത് കൊണ്ടാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഉറപ്പ് ആണ്, ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ് വിശ്വാസം. നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലി നമുക്ക് സംഭവിക്കുന്ന കാര്യം, നമ്മുടെ ചിന്തകൾ, നമ്മൾ കടന്നു പോകുന്ന എല്ലാം നമ്മൾ ഇത് നല്ലപോലെ അപ്ലൈ ചെയ്യണം. കാരണം വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെ ഉണ്ടാകും, എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്, നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദ ഫെയ്ത്ത് കം ഫ്രം ഹിയറിങ്. നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വചനത്തിൻ്റെ കേൾവിയാലാണ്. ദൈവം മനുഷ്യന് തന്നിട്ടുള്ള, ഹല്ലേലൂയ, അല്ലേ, ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദൈവവചനം. ഈ ദൈവവചനം, ഹല്ലേലൂയ, നമുക്ക് അത് പ്രത്യാശകൾ ഉളവാക്കുവാൻ, അത് ഉറച്ചു നിന്ന് വിശ്വസിക്കുവാൻ, അതിൽ നിന്നും എന്താ പറയുക, ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. കേൾവി എവിടെ നിന്നുമുള്ള കേൾവിയല്ല, പിന്നെയോ ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്നുള്ള, ദൈവവചനത്തിൽ നിന്നുള്ള കേൾവിയിലൂടെ ഉണ്ടാകുന്ന ആശ. ആ ആശയുടെ ഉറപ്പിനെയാണ് എന്തു പറയുന്നത്? വിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ 10-20 വർഷം വരെ ഞാൻ അച്ഛന്മാർ പറഞ്ഞതും അല്ലെങ്കിൽ പള്ളിക്കാർ പറഞ്ഞതും അല്ലെങ്കിൽ മാതാപിതാക്കൾ പറഞ്ഞതുമായ കാര്യങ്ങളെ ഞാൻ കേട്ട് അതിൽ ആശ വെച്ചു. പക്ഷെ അത് വേസ്റ്റായിരുന്നു ഒട്ടുമുക്കാലും. എന്നാൽ ദൈവവചനം കണ്ടപ്പോൾ, ദൈവവചനത്തിലൂടെ എന്നിലുണ്ടായ ആശയിൽ ഞാൻ ഉറപ്പ് വെച്ചപ്പോൾ എൻ്റെ ദൈവത്തിന് ഇഷ്ടമായി. കാരണം ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദൈവവചനപ്രകാരം നമ്മൾ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത്. കാരണം അതിലൂടെ ഉണ്ടാകുന്ന ആശയിൽ നമുക്ക് ഉറപ്പ് വരുമ്പോഴാണ് വിശ്വാസം വരുന്നത്. ദൈവം ഇഷ്ടപ്പെടുന്ന വിശ്വാസം, അല്ലെങ്കിൽ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുന്ന ആ ഉറപ്പ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസം കേൾവിയാലും, ആ കേൾവി എന്ന് പറയുന്ന ആ സൗണ്ട് എവിടുന്ന? ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന്, ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്നും വരുന്നു. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സ്തോത്രം. നമ്മൾ ബൈബിളിൽ കാണാത്തതിനെ നമ്മൾ ഉണ്ടാക്കി വിശ്വസിക്കേണ്ട കാര്യമില്ല. എന്നാൽ ബൈബിളിൽ ഉള്ളതിനെ മുഴുവൻ നമുക്ക് വിശ്വസിക്കാം. ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതിനെ, അതിൽ നിന്നുള്ളത് നമുക്ക് എന്തെല്ലാം ഹോപ്പുകൾ വരുന്നുണ്ടോ അതിൻ്റെ അഷ്വറൻസ് നിങ്ങൾക്കും എനിക്കും ഉണ്ടെങ്കിൽ അതാണ് ശരിയായ വിശ്വാസം. അതുകൊണ്ട് ദൈവവചനം നമ്മൾ ധ്യാനിക്കണം. നമ്മൾ വിചാരിക്കും ദൈവം രാവിലെ വായിച്ചിട്ട് എങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അന്ന് ആപത്തൊന്നും വരത്തില്ല, അല്ലേ? അങ്ങനെയൊക്കെയാണ് ദൈവത്തിന് ഒരു കവറിങ്ങാ. അല്ല, ദൈവവചനം വായിക്കുന്ന അതിനു വേണ്ടിയല്ല.
ദൈവവചനം വായിക്കുന്നത് പ്രൊട്ടക്ഷന് വേണ്ടിയല്ല, അല്ലേ? ബൈബിൾ വെച്ച് കിടന്ന് ഉറങ്ങിയാൽ മതി, അല്ലെങ്കിൽ വീട്ടിൽ, അങ്ങനെയൊന്നുമല്ല. ദൈവവചനം എന്ന് പറയുന്നത് വായിക്കും, അത് കേൾക്കണം, അത് ഗ്രഹിക്കണം. അത് ഗ്രഹിക്കുമ്പോൾ നമ്മിൽ എന്തുണ്ടാകും? ആശകൾ ഉളവാകും. ആശ എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളുടെ ഒരു നിശ്ചയമാണ്, നമ്മൾ കാണുന്നതിനേക്കാൾ അപ്പുറം. അതുകൊണ്ടാണ് വെൻ ഗോഡ് സേസ് ജസ്റ്റ് ഷാൽ ലീവ് ബൈ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ അവൻ ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. ഏത് വിശ്വാസിയും ജീവിക്കേണ്ടുന്ന ഒരു മാർഗമുണ്ട്, ഒരു മെത്തേഡുണ്ട്. അതനുസരിച്ച് നമ്മൾ ജീവിക്കണം. അത് കാണുന്നത് പോലെയല്ല, അത് നമ്മുടെ ചുറ്റുമുള്ളവർ ചെയ്യുന്നത് പോലെയല്ല. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. ബൈബിളിനെ ആധാരമാക്കിയിട്ട് ദൈവം നമ്മുടെ വിശ്വാസത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മിൽ ഉളവാകുന്ന ആശകൾ ഉണ്ടോ? ആ ആശയുടെ മേൽ ഞാൻ എത്രമാത്രം അഷ്വറൻസ് വെച്ചിട്ടുണ്ട്, എത്രമാത്രം ഞാൻ അതിനെ ഉറപ്പ് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മിലെ ആ ഉണ്ടാക്കുന്ന നമുക്ക് ആശ പലതിനും ഉണ്ടാകും, അല്ലേ? ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പല ആശ ഉണ്ടാകും. അതിന് നമ്മൾ ആശ വെച്ച് നമ്മൾ ഉറപ്പിച്ച് അതിന് വേണ്ടി പോകുമ്പോൾ ലോകത്തിൻ്റെ ഇഷ്ടങ്ങളായി പോകുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടമല്ല അത്. വിശ്വാസമാണ്, എനിക്കത് ലഭിക്കും, ഇതിൽ കിട്ടും, അല്ലെങ്കിൽ അങ്ങനെയാ ഇങ്ങനെയാ, നല്ലത് തന്നെ. എന്നാൽ ദൈവവചനപ്രകാരം നമുക്ക് പറഞ്ഞിട്ടുള്ളത് മുഴുവൻ നമ്മുടെയാണ്. അത് ബൈബിൾ എന്ന് പറയുന്നത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഒരു ദൈവഭക്തന് ദൈവം കൊടുത്തിരിക്കുന്ന ഇതാ. Let hope generate from here and let you have the assurance. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവവചനത്തിൽ ഒരുപാട് വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അന്ന് അനീഷ്പത്തിൽ വളരെയധികം അതേക്കുറിച്ച് എടുത്ത് പറയുകയുണ്ടായി. ഒരു ചില ഏരിയകളിൽ യേശു വിശ്വാസത്തെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് മാത്രം ഒന്ന് പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാം. യേശു എടുത്തു പറഞ്ഞ വിശ്വാസത്തിൻ്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് യേശു എന്ന് പറയുമ്പോൾ ആരാണ് യേശു? ദി ഓതർ ആൻഡ് ഫിനിഷർ ഓഫ് ഫെയ്ത്ത്, അല്ലേ? നമ്മൾ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എബ്രായർ 12:2 വായിച്ചാട്ടെ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അപ്പോൾ യേശു വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞാൽ അതാണ് ശരിയായ വിശ്വാസം. കാരണം ഹി ഈസ് എന്താ പറയുന്നത്, തുടക്കം എന്താ പറയുന്നത്? അവനാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ, ദ ഓതർ ആൻഡ് ഫിനിഷർ ഓഫ് ഫെയ്ത്ത്. അപ്പോൾ ദ ഓതർ ആൻഡ് ഫിനിഷർ ഓഫ് ഫെയ്ത്ത്, വാട്ട് ഡസ് സേ or what he command about faith, that is the real faith. അപ്പോൾ നമ്മെക്കുറിച്ച് പറയട്ടെ, യേശു കമൻഡ് ചെയ്തിട്ട്, യേശു മാർക്ക് ചെയ്യട്ടെ നമ്മുടെ വിശ്വാസത്തെ നോക്കിയിട്ട്. എൻ്റെയും ഇവിടെ കടന്നു വന്നിരിക്കുന്ന വിശ്വാസികൾ എന്ന് പറയുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ആക്ഷൻ കണ്ട്, പ്രവൃത്തികൾ കണ്ട്, അല്ലേ, ദൈവം പറയട്ടെ, യെസ്, ദിസ് ഈസ് ദ ഫെയ്ത്ത് വിച്ച് ഐ വാണ്ട്. കാരണം അവനാണ് അതിന് അധികാരമുള്ളത്, അവനാണ് ഓതർ, അവനാണ് ഫിനിഷർ ഓഫ് ഫെയ്ത്ത്. അപ്പോൾ ഓതർ, ഫിനിഷർ എന്ന് പറയുന്ന യേശു വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ യേശു എന്താ ചെയ്തത്? നമ്മൾ വിചാരിക്കും വിശ്വാസത്തിലങ്ങ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ എല്ലാം എവറിത്തിങ് വെരി ഫൈൻ. യേശു അങ്ങനെയാണോ? ഹി ഈസ് ദ ഓതർ ആൻഡ് ഫിനിഷർ ഓഫ് ദ ഫെയ്ത്ത്. അവൻ എന്താ ചെയ്തത്? നമ്മൾ പാടിയല്ലോ, തള്ളയെപ്പോൾ നമുക്ക് ഉള്ളൊരു രക്ഷകൻ, കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി. ആരാ? ദ ഓതർ ആൻഡ് ഫിനിഷർ ഓഫ് ഫെയ്ത്ത്. അവൻ എന്താ, എല്ലാം നല്ലതാണോ സംഭവിച്ചത്? തള്ളയെപ്പോൾ നമുക്കുള്ളൊരു രക്ഷകൻ, കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി. ഉള്ള മുരുകുന്നൻ, ചങ്കു തകരുന്നൻ, കണ്ണു നിറയുന്നൻ രക്ഷകനേ. ഉള്ള മുരുകുന്നൻ, ചങ്കു തകരുന്നൻ, കണ്ണു നിറയുന്നൻ രക്ഷകനെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അവൻ ഈസ് ദ ഓതർ ആൻഡ് ഫിനിഷർ ഓഫ് ഫെയ്ത്ത്. ഹല്ലേലൂയ. അവൻ ചില ഏരിയകൾ കണ്ട് അവൻ പറഞ്ഞു, ദിസ് ഈസ് ഫെയ്ത്ത്. ഒന്ന് എവിടെയാണ്? വായിച്ചാട്ടെ, മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് അവിടെ എടുത്തു പറയുകയാണ് യേശു അവരുടെ വിശ്വാസം കണ്ടുകൊണ്ട്. സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം, അതൊന്നും എടുത്ത് വായിക്കുന്നില്ല. എന്നാൽ അവരുടെ വിശ്വാസം കണ്ട് എന്തു പറഞ്ഞു? നിന്റെ കിടക്കയെടുത്ത് നടക്കാൻ നീ രക്ഷ പ്രാപിച്ചിരിക്കുന്നു, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്നൊക്കെ യേശു അവിടെ പറഞ്ഞു. എന്നാൽ അവിടെ കണ്ടത് എന്താണ്? ഒരു ആക്റ്റീവ് ഫെയ്ത്ത്. ആ രോഗിയായിരുന്ന മനുഷ്യനും അവൻ്റെ കൂട്ടുകാർക്കും വളരെ ഒരു വിശ്വാസമുണ്ടായിരുന്നു, എനിക്ക് അവൻ സൗഖ്യമാകും. എന്നാൽ ആ സൗഖ്യമാകും എന്നുള്ളതിൽ അവൻ എന്ത് ചെയ്തു? they acted over that. അവർ ചെയ്തത് മറ്റു പലരും ചെയ്യാത്തതാണ്. യേശുവിൻ്റെ അടുക്കിലേക്ക് വരാൻ കഴിയാതിരുന്നപ്പോൾ മേൽക്കൂര പൊളിച്ച് അതിലൂടെയാണ് ആ രോഗിയെ അവിടെ ഇറക്കുന്നത്. ഇത് കണ്ടു, ദ ആക്റ്റീവ് ഫെയ്ത്ത്. ദൈവം നമ്മോട് പറയണം, യെസ് ഇറ്റ് ഈസ് ഗുഡ് എന്ന് പറയണമെങ്കിൽ അവൻ നമ്മിൽ കാണണം. ആക്റ്റീവ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നടക്കട്ടെ. അത് കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഇതെന്താ ചെയ്യുന്നത്, മണ്ടത്തരമാണെന്ന്. പുര പൊളിച്ചു കയറുക. സ്തോത്രം. എന്നാൽ let there be, if you have faith, ഹല്ലേലൂയ, അതൊരു ആക്റ്റീവ് ഫെയ്ത്ത് ആയിരിക്കട്ടെ. നമ്മുടെ ഉള്ളിൽ അത് പ്രവർത്തിക്കട്ടെ, നമ്മെ എൻകറേജ് ചെയ്യട്ടെ. രണ്ടാമത് നമുക്ക് നോക്കാം, വായിച്ചാട്ടെ, മത്തായിയുടെ സുവിശേഷം 9:22. യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, മകളെ, ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞിരിക്കുന്നു, യേശു, മകളെ ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്താണ് അവിടെ പറഞ്ഞത്? ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. അവിടെ അവൾ ചെയ്തത് എന്താണ്? തടസ്സങ്ങളുണ്ട്, അസാധ്യമാണ്. എന്തിനു വേണ്ടി? അവളുടെ രോഗം മാറുന്ന കാര്യത്തെക്കുറിച്ച് അവൾക്ക് അസാധ്യമൊന്നുമില്ല, അവൾക്ക് അതിൽ സംശയമില്ല. തടസ്സമുണ്ടായിരുന്നത് എന്താണ്? നാട്ടുകാരും ശിഷ്യന്മാരും ചുറ്റുമുള്ളവരും അവളെ എന്ത് ചെയ്യും? തടയും. അവൾക്ക് അതിനുള്ള യോഗ്യതയില്ല. എന്നാൽ ആ തടസ്സങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവളുടെ ഉള്ളിലൊരു ആശ വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടുകേൾവിയാണ്, അവൻ സൗഖ്യമാക്കുന്നവനാണ്. ഒരു പക്ഷേ അതായിരിക്കാം. എന്തു ചെയ്തു? ഹല്ലേലൂയ, അവൾ മുന്നോട്ട് കടന്നു പോവുകയാണ്. അതായത് the faith that pushes through the difficulties, പ്രയാസങ്ങളെയും തള്ളി നീക്കുന്നതായ, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള പ്രതിസന്ധികളെ മാറ്റി നിർത്തുന്ന ഒരു വിശ്വാസം. അതാണ് ആ സ്ത്രീയിൽ കണ്ടത്. ആ സ്ത്രീ, മറ്റൊരു കാര്യം ഐ മീൻ ഇറ്റ്സ് ബീൻ വെരി അമേസിങ് പാസേജ്. കാരണം ഞാൻ ചിന്തിക്കുകയാണ്, ആ സ്ത്രീ അതുവരെയും ഇല്ലാത്ത ചിലത് അവിടെ നിന്നും മെനഞ്ഞുണ്ടാക്കുകയാണ്. ഒരുപക്ഷെ അവൾ കേട്ട് കാണും, ചിലപ്പോൾ പത്രോസോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ യേശു നടന്നു പോകുമ്പോൾ സൗഖ്യം വന്നു, അവൻ്റെ തൊങ്ങൽ തൊട്ടാൽ സൗഖ്യം കിട്ടിയെന്നൊക്കെ അവൾ ചിലപ്പോൾ അറിഞ്ഞു കാണാം. പക്ഷെ അവൾ അവിടെ വെച്ച് ഒരു തീരുമാനമെടുക്കുകയാണ്, ഒരു ഡിസിഷൻ എടുക്കുകയാണ്. എൻ്റെ രോഗം ഇതുവരെയും സൗഖ്യമായില്ല, എൻ്റെ പൈസ മുഴുവനും നഷ്ടപ്പെട്ടു, ഞാൻ ഇനി പോകാൻ ആളില്ല. എന്നാൽ ഷീ ക്രിയേറ്റ് എ കൈൻഡ് ഓഫ് ഫെയ്ത്ത് ദേ. എന്താണ് ചെയ്തത്? പറയുകയാണ്, ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലൊന്ന് തൊടണം, എങ്കിൽ എനിക്ക് സൗഖ്യം കിട്ടും. ഞാൻ എൻ്റെ ചിന്തയിൽ വന്നതാണ്, കുട്ടികൾ പ്ലേഡോ എല്ലാം നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. കുട്ടികളോട് പറയും, കുട്ടികൾ നിങ്ങൾക്ക് ഇതാ പ്ലേഡോ എന്ന് പറഞ്ഞ് പല കളറിലുള്ളത് ഒക്കെ നമ്മൾ കൊടുക്കും. അവരത് എന്ത് ചെയ്യും? അവർക്ക് ഇഷ്ടമുള്ള ഷേപ്പുകളും ഇപ്പോൾ അതിനുള്ള മോഡലുകളും ഇതൊക്കെ ഉണ്ട്, മോൾഡുകളൊക്കെ ഉണ്ട്. എന്നാൽ ആദ്യമൊക്കെ അങ്ങനെയല്ല, അവരെന്തെങ്കിലുമൊക്കെ അതിനെ കൊണ്ട് ഉണ്ടാക്കും. ഇവിടെ ആ സ്ത്രീ ചെയ്തത്, കേട്ട ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് അവൾ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ചട്ടക്കൂടുണ്ടാക്കുക. ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലൊന്ന് തൊട്ടാലേ എനിക്ക് സൗഖ്യം കിട്ടും. ഞാൻ പറയുന്നത്, ലെറ്റ് us be people like that. വിശ്വാസം, ദൈവവചനത്തിൽ നിന്ന് കിട്ടുന്നതായ വിശ്വാസം കൊണ്ട് we can create. ദൈവവചനത്തിൽ നിന്നുള്ളതായിരിക്കണം കേട്ടോ. ആ സ്ത്രീ അതാണ് ചെയ്തത്. അതുകൊണ്ട് പറഞ്ഞു, നമുക്ക് കഴിഞ്ഞ ദിവസം അനീഷ് ബ്രദർ പറഞ്ഞു, 12 മാസമായി, ഇതാ 10 വർഷമായി പാസ്പോർട്ട് എക്സ്പയർ ആകാൻ പോകുന്നു അല്ലേ? അപ്പോൾ ഇല്ല, എൻ്റെ ദൈവത്തോട് ഞാൻ ചോദിക്കും, എനിക്ക് എന്ത് വേണം?
ദാ ഈ എക്സ്പയർ ആവുന്നതിന് മുന്നേ എനിക്കൊന്ന് ഒരു ഫോറിൻ കൺട്രിയിൽ പോകണം. വി സെറ്റ്, ദൈവവചനത്തെ അറിഞ്ഞുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. എൻ്റെ ദൈവത്താൽ സാധ്യം, അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാ, ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ നൽകുന്നതാ. നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. അതുകൊണ്ട് എന്തായി? അതൊരു സാക്ഷ്യമായിട്ട് പറയുവാനിടയായി തീർന്നു. ലെറ്റ് us do. നമുക്ക് ദൈവവചനം മുഴുവൻ തന്നിരിക്കുന്നു. വി ക്യാൻ ക്രിയേറ്റ് ഫെയ്ത്ത് ഡെഫിനിഷൻസ് ഫ്രം ദെയർ. അതിൽ നിന്നുണ്ടാക്കാം. ദൈവവചനം ആഴത്തിൽ അറിയുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. വീണ്ടും ഇവിടെ മത്തായിയുടെ സുവിശേഷം 9 അതിൻ്റെ 29. അവൻ അവരുടെ കണ്ണ് തൊട്ടു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. ഇവിടെ ഞാൻ കണ്ടത് എന്താണെന്ന് അറിയാമോ? എന്തുകൊണ്ടാണ് അവിടെ യേശു സൗഖ്യമാക്കി അവരെടുത്തു പറഞ്ഞത്? പലരും സൗഖ്യമാക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ 2 പേര് ഒരുപോലെ നിന്നുകൊണ്ട് പറയുക. 2 പേർക്കും ഒരേ പ്രശ്നമാണ്. എന്താണ്? കണ്ണ് കാണുന്നില്ല. 2 പേര് ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു. 2 പേർക്ക് ഒരുപോലെ സൗഖ്യം കിട്ടി. എ കളക്റ്റീവ് ഫെയ്ത്ത്. അവർ ഒന്നിച്ച് നിന്ന് അത് അവകാശപ്പെടുകയാണ്. 2 പേരും ചേർന്ന്. യേശു എടുത്തു പറയും, നിങ്ങളുടെ വിശ്വാസം ഇറ്റ്സ് സോ അമേസിങ്, ബി ഹീൽഡ്. അപ്പോൾ ദൈവം യേശു അവരെയും സൗഖ്യമാക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു വിശ്വാസം, ഇത് വിശ്വാസം പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാൻ മറന്നു പോകുന്നൊരു വിശ്വാസമാണ്. വായിച്ചാട്ടെ, ലൂക്കോസിന്റെ സുവിശേഷം 17:19. എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആരോടാ പറഞ്ഞത്? 10 കുഷ്ഠരോഗികൾ സൗഖ്യമായി. അതിൽ അവര് പുരോഹിതനെ കാണിക്കാനായിട്ട് പോയി. എന്നാൽ അതിൽ ഒരുവൻ തിരിച്ചു വന്നു. അവൻ തിരിച്ചു വന്ന് അവൻ്റെ പാദപീഠത്തിൽ നന്ദി പറയാനായിട്ട് വന്നതാ. അവനോടാ പറഞ്ഞത്. എന്താ? ദാറ്റ്സ് എ ഗ്രേറ്റ്ഫുൾ ഫെയ്ത്ത്. നമ്മൾ എത്ര പേര് ദൈവത്തിന് നന്ദി പറയുന്നതിൽ, നമ്മൾ ചോദിക്കുന്നതിലൊക്കെ ഭയങ്കര വിശ്വാസമാണ്. എനിക്കിത് വേണം, അത് കിട്ടണം, ഇത് കിട്ടണം. ദൈവം തന്നതിന് നന്ദി പറയാൻ നമ്മൾക്ക് ഇറ്റ് ഈസ് ആക്ട് ഓഫ് ഫെയ്ത്ത്, ഗിവിങ് ഗ്ലോറി ടു ഹിം. അവന് മഹത്വം കൊടുക്കേണ്ടത്. ഇവിടെ കാണിച്ചത് എ ഗ്രേറ്റ്ഫുൾ ഫെയ്ത്ത്. അവൻ്റെ വിശ്വാസത്തെ കണ്ടു പറഞ്ഞു, യെസ് യു ഹാവ് ഡൺ. അല്ലെങ്കിൽ ഹീലായതുകൊണ്ടല്ല. എന്തുകൊണ്ട് അവനോടത് പറഞ്ഞത്? അവൻ തിരിച്ചു വന്ന് നന്ദി പറയാൻ വേണ്ടി യേശുവിൻ്റെ അടുക്കൽ വന്നതാ. വി ക്യാൻ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അവൻ പിന്തിരിയുന്നെങ്കിലോ എൻ്റെ ഉള്ളത്തിൽ അവന് പ്രസാദം ഇല്ല. നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നമ്മിൽ നിന്ന് വരട്ടെ. ഒരാളും കൂടെ ഉണ്ട്, ഞാൻ വായിക്കാം. ബർത്തിമായോസ്. ആരാണത്? ഹല്ലേലൂയ. ബ്ലൈൻഡ് ആയിട്ടുള്ള മനുഷ്യൻ. മർക്കോസിന്റെ സുവിശേഷം 10:52 വായിച്ചോട്ടെ. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്താ കാരണം? ഉടനെ അവന്റെ എന്താണ് അവന്റെ വിശ്വാസത്തെ പറ്റി പറയാൻ എന്താ കാരണം എന്നറിയാമോ? കാരണം ഇതാണ്, അവനെ എല്ലാവരും തടഞ്ഞു. ശിഷ്യന്മാരും പറഞ്ഞു, മിണ്ടാതിരി, നീ ഒരു മഹാനായ മനുഷ്യൻ പോകുമ്പോൾ നീ ഇങ്ങനെ ഒച്ച വയ്ക്കാതെ എന്നൊക്കെ അവനോട് പറഞ്ഞ് അവനെ നിരുത്സാഹപ്പെടുത്തി. അവനോ അതൊന്നും വകവയ്ക്കാതെ, ഇറ്റ് വാസ് എ ബോൾഡ് ഫെയ്ത്ത്. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ യേശുവിൽ, നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും എൻ്റെ യേശുവിൽ എനിക്ക് ഉറപ്പുണ്ട്. അവനൊന്ന് തൊട്ടാൽ മതി, അവനൊന്ന് പറഞ്ഞാൽ മതി, എനിക്ക് സൗഖ്യം കിട്ടുമെന്ന്. അതുകൊണ്ട് വ്യർത്ഥമായി വിളിച്ചു പറഞ്ഞു, എന്നോട് കരുണയുണ്ടാകണമേ. വീണ്ടും വീണ്ടും സൈലന്റ് ആയിരിക്കാൻ പറഞ്ഞാലും അവൻ പറയും, ഇല്ല, എനിക്ക് പറ്റത്തില്ല, എനിക്ക് ചില പ്രത്യാശയുള്ളവായിട്ടുണ്ട്, അവൻ കടന്നു പോകുന്നു എന്ന് പറഞ്ഞപ്പോഴാ. ഹല്ലേലൂയ. എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് എൻ്റെ ഉള്ളം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത്, നിങ്ങൾ മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും ഞാൻ വരും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം യേശു എടുത്തു പറഞ്ഞ ചില വിശ്വാസങ്ങൾ ഇതിൻ്റെ ഭാഗങ്ങളാണ്. എന്നാൽ 2 വേദഭാഗങ്ങൾ, അതാണ് നമ്മുടെ ടൈറ്റിൽ. 2 വേദഭാഗങ്ങൾ യേശു എടുത്തു പറഞ്ഞു, ഇസ് ഗ്രേറ്റ് ഫെയ്ത്ത്. ഹല്ലേലൂയ. വലിയ വിശ്വാസം. എന്താണത്? നമുക്ക് വായിക്കാം 2 വേദഭാഗങ്ങൾ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 8 അതിന്റെ 10-ാമത്തെ വാക്യം. അത് കേട്ടിട്ട് യേശു അതിശയിച്ച് പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേൽ കൂടി ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. നമുക്കറിയാം ആരെ കുറിച്ചാണ് പറയുന്നതെന്ന്. സെഞ്ചൂറിയനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സ്തോത്രം. ഇസ്രായേലിൽ കൂടെ
ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. അടുത്തത് വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം തന്നെ 15:28. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഇതാരാണെന്നറിയാമോ? എ കാനനൈറ്റ് വുമൺ, ഒരു കനാന്യ സ്ത്രീയുടെ വിശ്വാസത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഈ രണ്ടുമാണ് യേശു പറഞ്ഞത് ദിസ് ഗ്രേറ്റ് ഫെയ്ത്ത്. മറ്റതിനെക്കുറിച്ചൊക്കെ യേശു വിശ്വാസത്തെ പുകഴ്ത്തി പറഞ്ഞെങ്കിലും ഇവിടെ രണ്ടിടത്തും യേശു പറഞ്ഞു വലിയ വിശ്വാസം നിങ്ങൾക്കുണ്ട്. നമ്മൾ മനസ്സിലാക്കണം അതിന് ചില പ്രത്യേകതകൾ. എന്താണ് ചില പ്രത്യേകതകൾ? ഈ രണ്ടു പേരും നോൺ ജ്യൂസ് ആയിരുന്നു. അവർ ഇസ്രായേലിയരല്ല. ആർക്കാ ഗ്രേറ്റ് ഫെയ്ത്ത്? വചനം അടിച്ച് കലക്കി കുടിച്ച് നടക്കുന്നവർക്ക് ഗ്രേറ്റ് ഫെയ്ത്ത് വന്നില്ല. എന്നാൽ ഒരു കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അവർക്ക് എന്തുണ്ടായിരുന്നു? They had great faith in Jesus. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും അങ്ങനെ വേണമായിരുന്നു. ഹല്ലേലൂയ. അവർക്കൊരു സോളിഡ് ടീച്ചിങ് ഒന്നും കിട്ടിയിട്ടില്ല, അല്ലേ? പത്രോസിനോ പൗലോസിനോ അല്ലെങ്കിൽ മറ്റു വചനത്തിൽ കാണുന്നവർ കിട്ടിയതുപോലെയുള്ള സോളിഡ് ആയിട്ടുള്ള ടീച്ചിങ് കിട്ടിയിട്ടില്ല. സെഞ്ചൂറിയൻ, അല്ലേ? അതുപോലെ തന്നെ കാനനൈറ്റ് വുമൺ. എന്നാൽ അവരുടെ വിശ്വാസം വളരെ എടുത്തു പറയത്തക്കതാണ്. ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ ഞാൻ അധികം കേട്ടിട്ടില്ല, ഞാൻ അധികം കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അധികം പഠിച്ചില്ല, ബൈബിൾ സ്കൂളിൽ പോയിട്ടില്ല, ഞാൻ വിശ്വാസിയായി ജനിച്ചതല്ല, ഞാൻ ഇപ്പോഴാണ് കർത്താവിനെ അറിഞ്ഞ്. നോ എക്സ്ക്യൂസ്. യു ഹാവ് മോർ ചാൻസസ് ടു അപ്ലൈ ഗ്രേറ്റ് ഫെയ്ത്ത് ഇൻ യുവർ ലൈഫ്. ഏത് സാഹചര്യത്തിലിരുന്നാലും ഇപ്പോൾ നമുക്ക് ഹല്ലേലൂയ കേട്ട വചനത്തിൻ്റെ മേലെ ഒരു പൂർണ്ണ ഉറപ്പ് എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ, വെക്കാൻ കഴിയുന്നു എങ്കിൽ, നമ്മുടെ സ്റ്റാറ്റസോ പാരമ്പര്യമോ പ്രസംഗത്തിൻ്റെ ശൈലിയോ നോക്കേണ്ട കാര്യമില്ല. ഇൻ ഓർഡർ ടു ഹാവ് ഗ്രേറ്റ് ഫെയ്ത്ത്. ഹല്ലേലൂയ. രണ്ടുപേരും നോൺ ജ്യൂസ് ആയിരുന്നു. ഇനി മറ്റൊന്ന് എന്താണ് അവർ കണ്ടത്? ബോത്ത് ഓഫ് ദം വെർ വില്ലിംഗ് ടു ഹംബിൾ ദംസെൽഫ്. നോക്കിയാൽ മനസ്സിലാക്കും. സെഞ്ചൂറിയൻ പറയാണ്, നീ എൻ്റെ വീട്ടിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല. നോ, ഇഫ് യു സേ എ വേർഡ് മൈ സെർവന്റ് വിൽ ഗെറ്റ് ഹീൽഡ്. നീ എൻ്റെ വീട്ടിൽ വരും, ഞാൻ യോഗ്യനല്ല. ദേ വെർ ഹംബിൾ. നമുക്ക് പലപ്പോഴും ഗ്രേറ്റ് ഫെയ്ത്ത് വരാത്തതിൻ്റെ കാരണം വി ആർ നോട്ട് വില്ലിംഗ് ടു ബി ഹംബിൾ. നമ്മൾ ചിലതൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നും. വെൻ വി ആർ ഹംബ്ലിങ്, വെൻ വി ഞാൻ എന്നും എന്നോട് തന്നെ ചോദിക്കുകയും ട്രൈ ചെയ്യുന്നൊരു കാര്യമാണ്. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ എന്താണ് പറഞ്ഞത് ഇവിടെ? രണ്ടുപേരും. ഇനി ആ കനനൈറ്റ് സ്ത്രീ എന്താ പറഞ്ഞത്? ഒരു നായയുടെ അവസ്ഥയിലേക്ക് പോലും ഇറങ്ങിച്ചെല്ലാൻ അവൾക്ക് മടിയില്ലായിരുന്നു. എന്നെ ഒരു നായയായിട്ട് ഉപമിച്ചാൽ എന്താ പറഞ്ഞേ? എ ഡോഗ് ഓൾസോ ഗെറ്റ് സാറ്റിസ്ഫൈഡ് ഫ്രം ദ ബ്രെഡ് ക്രംസ്, അല്ലെങ്കിൽ ദാറ്റ് ഫോൾസ് ഫ്രം ദ മാസ്റ്റർ. ഒരു നായ്ക്ക് കൊടുക്കുന്നതെങ്കിലും നീ തന്നാൽ മതി. ഐ ആം വില്ലിങ്. ദേ വെർ വില്ലിങ് ടു ബി ഹംബിൾ. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ലെറ്റ് us have great faith. Let us have great faith. ആമേൻ. ഒന്ന്, കേട്ടത് മുഴുവൻ അറിയത്തില്ല, ദൈവത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, അത്രേ അറിയത്തുള്ളൂ. ദാറ്റ് ഇസ് ഗുഡ് ഇനഫ്. നമുക്ക് ഒരു വലിയ വിശ്വാസം നമുക്കുണ്ടാകാനായിട്ട്. അതുപോലെ രണ്ടാമത് പറയുന്നു, നമ്മളൊന്ന് ഹംബിൾ ആയി കഴിഞ്ഞാൽ മതി. സ്തോത്രം. പിന്നെ അവരുടെ വിശ്വാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അവർ യേശുവിൻ്റെ ശക്തിയെയും അവൻ്റെ കഴിവിനെയും കുറിച്ച് മറ്റെല്ലാവരേക്കാളും അധികം മനസ്സിലാക്കി. സെഞ്ചൂറിയൻ പറയുന്നത്, നീ അവിടെ നിന്നൊരു വാക്ക്, ബാക്കി എല്ലാവരും അല്ലേ തൊടണം, തലമ കൈവയ്ക്കണം, പ്രാർത്ഥിക്കണം. എന്നാൽ സെഞ്ചൂറിയൻ പറയുന്നത് നോ, ഈസ് സച്ച് എ മാൻ ഓഫ് അതോറിറ്റി. അവൻ അവിടെ നിന്നൊരു വാക്ക്, അവൻ്റെ വലിപ്പത്തെ മറ്റാര് കാണുന്നതിനേക്കാൾ ഒരു ഹയർ ലെവലിൽ കാണുവാൻ ആർക്ക് കഴിഞ്ഞു? ആ സെഞ്ചൂറിയന് കഴിഞ്ഞു. അതുപോലെ തന്നെ കനനൈറ്റ് സ്ത്രീ കംപ്ലൈൻറ്റ് പറയല്ലായിരുന്നു. അയ്യോ, ഞാൻ എങ്ങനെ വന്നത്, അങ്ങനെ നീ വലിയ മാസ്റ്ററാണല്ലോ, നീ പഠിപ്പിക്കലാണല്ലോ, അല്ല വലിയ ടീച്ചറാണല്ലോ, അങ്ങനെയല്ല. അവളെന്താ പറഞ്ഞേ? യു ആർ ദ മാസ്റ്റർ, ആൻഡ് ഇഫ് എ ക്രം ദാറ്റ് ഫോൾസ് ഫ്രം യുവർ ടേബിൾ, ദാറ്റ് ഇസ് ഗുഡ് ഇനഫ് ഫോർ മീ. എനിക്കത് മതി.
ഞാൻ താഴാൻ തയ്യാറാ, ബട്ട് യു ആർ ദ മാസ്റ്റർ. ആ യേശുവിനെ ഒരു ഹയർ ലെവലിൽ കാണുവാൻ ആ സ്ത്രീക്ക് കഴിഞ്ഞു. അതുകൊണ്ട് യേശു പറഞ്ഞു, ദിസ് ഈസ് ഗ്രേറ്റ് ഫെയ്ത്ത്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? നമ്മൾ യേശുവിനൊക്കെ ഒരു ക്യാപ്പ് ഇട്ട് വെച്ചിക്കുക, അതിനേക്കാൾ അപ്പുറമായിട്ട് നമുക്കൊന്ന് കാണാൻ കഴിയുന്നുണ്ടോ? He is the author and finisher of faith. He is the Alpha and he is the Omega. You can think big about him, his authority, his power. നമ്മളിൽ ഉണ്ടാകുന്ന ആശയിൽ നമ്മൾ ഉറപ്പ് വെക്കുമ്പോഴാ നമ്മുടെ കർത്താവിനെ കുറിച്ചൊരു ഉന്നത പദവി നമ്മൾ കണ്ടിരിക്കട്ടെ. സ്തോത്രം. അവൻ്റെ അതോറിറ്റിയെ പറ്റി. അതോടൊപ്പം തന്നെ നമ്മൾ താഴാൻ തയ്യാറാണ്. ഞാൻ എത്ര താഴ്പോവാനും ഞാൻ തയ്യാറാണ്. ബട്ട് ലെറ്റ് മൈ ഫെയ്ത്ത് ഇൻക്രീസ്. എൻ്റെ വിശ്വാസം അത് വർദ്ധിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഹല്ലേലൂയ, രണ്ടുപേർക്കും ആ ഉണ്ടായിരുന്ന വിശ്വാസത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞത് ഗ്രേറ്റ് ഫെയ്ത്ത്. അവർക്ക് അതിശക്തമായ അല്ലെങ്കിൽ വലിയ വിശ്വാസം. യേശു അവരുടെ വിശ്വാസത്തെയാ വിളിച്ചു പറയുന്നത് ദേ ഹാഡ് ഗ്രേറ്റ് ഫെയ്ത്ത്. അതായത് അവരുടെ പറയാൻ എന്താ കാരണം? കാരണം ഇതാണ്, ആ യേശുവിലുള്ള ഒരു ചെറിയ കാര്യം എന്നിലുണ്ടായാൽ, യേശുവിൽ നിന്ന് ഒരു ചെറിയ വസ്തുത എൻ്റെ നേർക്ക് സംഭവിച്ചാൽ എൻ്റെ അവസ്ഥ മുഴുവൻ മാറും എന്ന് അവർ ചിന്തിച്ചു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സെഞ്ചൂറിയൻ പറഞ്ഞു, നീ വീട്ടിലോട്ട് വരണ്ട, നീ അവിടെ നിന്നുകൊണ്ട് ദൂരത്തായാലും ശരി, നീ ഒരു വാക്ക് ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. ആരും കേൾക്കത്തില്ലല്ലേ, വീട് കുറേ ദൂരമാണ്. പക്ഷെ നിന്റെ ഒരു വാക്ക് മതി. ആ യേശുവിൽ നിന്നും പുറപ്പെടുന്ന ഒരു ചെറിയ അംശം മതി എനിക്ക് എൻ്റെ സെർവൻറ്റിന് പൂർണ്ണ സൗഖ്യം പ്രാപിക്കുവാനായിട്ട്. അതുപോലെ സ്ത്രീ പറഞ്ഞു, നിന്റെ മേശയിൽ നിന്ന് വീഴുന്ന, അതെ, ഇത് എടുത്തിട്ട് നായ്ക്കൾക്ക് കൊടുക്കാറില്ലെന്നാണ് പറഞ്ഞത്. കാരണം ഫുഡ് കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവൾ പറയാണ്, വേണ്ട, ഈ ഫുഡൊന്നും ആവശ്യമില്ല, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അത്രയും വേണ്ട, എനിക്ക് എന്താ വേണ്ടത്? എ സ്മോൾ ക്രംപ് of the bread will do. That will heal my daughter. ഹല്ലേലൂയ. നമുക്കത് മതിയെന്നേ. യേശു അത്രയും വലിയവനാ. അവനിൽ നിന്ന് വരുന്നൊരു ചെറിയ അംശം മതി എൻ്റെയും നിങ്ങളുടെയും സാഹചര്യങ്ങളെ, അവസ്ഥകളെ മാറ്റിയെടുക്കുവാനായിട്ട്. സ്തോത്രം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, കടുകുമണിയോളം വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ മലയോട് മാറാൻ പറഞ്ഞാൽ അത് മാറും. വീണിട്ട് ഇത് പറഞ്ഞിട്ട് യഹൂദന്മാർക്ക് ആർക്കും വിശ്വാസം വന്നില്ല, അല്ലേ? Let us have great faith. Let us have great faith. സ്തോത്രം. ദൈവസന്നിധിയിലെ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതിനേക്കാൾ അപ്പുറമാണ്. ഇറ്റ്സ് ബിഗർ ദാൻ വാട്ട് വി ക്യാൻ സീ. അത് മുഴുവനും ദൈവവചനത്തിലുണ്ട്. ഇഫ് വി ക്യാൻ ക്രിയേറ്റ് ഫെയ്ത്ത്, മേ ബി സ്റ്റെപ്സ്. ആരും ഇതുവരെ പുരമുകൾ പൊളിച്ചു കയറിയിട്ട് താഴോട്ട് വന്നിട്ടില്ല. ബട്ട് ദേ ടുക്ക് ആൻ ഇനിഷ്യേറ്റീവ്. നോ, വി ബിലീവ് ദാറ്റ് ജീസസ് ക്യാൻ ഹീൽ. ആ സ്ത്രീ അങ്ങനെ പറഞ്ഞു, അല്ലേ? നമുക്ക് വിശ്വാസത്തിൽ ചിലത് ചെയ്യാം. ഹല്ലേലൂയ. അനുഗ്രഹം നമ്മൾ പ്രാപിക്കുക തന്നെ ചെയ്യും. കാരണം ഇതല്ലാതെ മറ്റൊന്ന് നമ്മുടെ ദൈവത്തെ പ്രസാദിപ്പിക്കാനില്ല. നമ്മൾ കടന്നു പോകുന്ന ഇവരൊക്കെ ഫെയ്ത്ത് അപ്ലൈ ചെയ്തത് അവരുടെ ജീവിത സാഹചര്യങ്ങളിലാണ്. നമ്മൾ ദൈവവചനം കേൾക്കുന്നവരാണ്, ബൈബിൾ വായിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. നമുക്ക് ഒരുപാട് ജീവിത സാഹചര്യങ്ങളുണ്ട്. എവരിവേർ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, എവരി സിറ്റുവേഷൻ, നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലും നമുക്ക് വിശ്വാസം അത് അപ്ലൈ ചെയ്യാൻ കഴിയും. അതിൻ്റെ ലെവല്, അത് ഏത് ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ, ലെറ്റ് us do it. ദൈവം നോക്കി പറയട്ടെ, യേശു നോക്കി പറയട്ടെ, ദി ഓഥർ, ദ ഫിനിഷർ നോക്കി പറയട്ടെ, ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ഫെയ്ത്ത്. ഹല്ലേലൂയ. അതിലൂടെ നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. മറ്റൊന്നിലൂടെയുമല്ല. മറ്റൊക്കെ ഉണ്ടെങ്കിലും യെസ്, എല്ലാവർക്കും ദൈവം നൽകും, നമുക്കുണ്ട്. എന്നാൽ വിശ്വാസത്തിലൂടെ ചെയ്യുന്നത്, വിശ്വാസത്തിലൂടെ. സ്തോത്രം.
ആ വിശ്വാസത്തിലാവുമ്പോൾ നമുക്ക് ക്യാരക്ടർ വരും, നമുക്ക് നമ്മുടെ സ്വഭാവം മാറും, നമ്മുടെ എവറിഥിങ് വിൽ കം ഇൻസൈഡ്. കാരണം യേശുവിന് നമുക്ക് വിശ്വാസത്താൽ ചിലത് നേടിയെടുക്കുക എന്നുള്ളതല്ല യേശുവിൻ്റെ ആവശ്യം. ഇതിലൂടെ യു വിൽ ബി എ ഡിഫറെൻറ്റ് പേഴ്സൺ ബൈ പ്രൊവൈഡിങ് ദിസ്, ബൈ ഡൂയിങ് ദിസ് മിറാക്കിൾ, അല്ലേ? യു വിൽ ബി എ ഡിഫറെൻറ്റ് പേഴ്സൺ. ആ സ്ത്രീയെ എവിടെ, ആ കിണറ്റിനരികെ വന്ന സ്ത്രീയെ, അവളിൽ വിശ്വാസം ഉണ്ടാക്കി, അവൾ വിശ്വാസം അവളെ ഉറപ്പിച്ചു. പിന്നെ എന്തുണ്ടായി? ചില വില്ലേജുകൾ അവൾ മൂലം രക്ഷപ്പെടുവാൻ ഇടയായി തീർന്നു. അതുപോലെ തന്നെ യേശു ആരെയെല്ലാം അനുഗ്രഹിച്ച് അയച്ചിട്ടുണ്ടോ അവരെല്ലാം വിശ്വാസ വീരന്മാരായി തീർന്ന് അനേകരിലേക്ക് ആ കർത്താവിനെ എത്തിക്കുവാൻ ഇടയായി തീർന്നു. ദൈവം നമുക്ക് തരുന്നത് എന്തിനു വേണ്ടിയാ? നാം മാറണം, നമ്മിലൂടെ മറ്റു പല മാറ്റങ്ങൾ നടക്കണം. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് നമ്മുടെ ലാസ്റ്റ് സോങ് ലീഡ് ചെയ്യുന്നത് കുട്ടികളാണ്. I specially ask them. നമുക്കെല്ലാവർക്കും കുട്ടികൾ വന്ന് ഇന്നത്തെ ആ ലാസ്റ്റ് സോങ് ഒന്ന് വർഷിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ നമുക്കൊന്ന് ശോധന ചെയ്യാം. Let God see, let Jesus see and tell us, yes, you have great faith.